Hello students, welcome to SR classes. ഇപ്പോൾ നമ്മളിന്ന് അടുത്ത വീഡിയോയിലേക്ക് കിടക്കുകയാണ്. അടുത്ത വീഡിയോ ഞാൻ ചെയ്യാൻ പോകുന്നത് നീറ്റിൻ്റെ 2019 പേപ്പർ ഡിസ്കഷൻ്റെ അടുത്ത പാർട്ടാണ്. രണ്ട് പാർട്ട് നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. നമ്മൾ ചെയ്യാൻ പോകുന്നത് മൂന്നാമത്തെ പാർട്ടാണ്. അപ്പോൾ ആദ്യത്തെ രണ്ട് പാർട്ട് കാണാത്തവർ ആദ്യം അത് കണ്ടിട്ട് വേണം നമ്മൾ മൂന്നാമത്തെ പാർട്ടിലേക്ക് കിടക്കാൻ. ഓക്കെ അല്ലേ? അപ്പോൾ നമ്മൾ ആദ്യത്തെ രണ്ട് പാർട്ടിലായിട്ട് എനിക്ക് തോന്നുന്നു ഏകദേശം ഒരു 15 അല്ലെങ്കിൽ 20 ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്തിരുന്നു. നമ്മൾ അതിൻ്റെ ബാക്കി ക്വസ്റ്റ്യൻസാണ് ചെയ്യാൻ പോകുന്നത്. ഈ രണ്ട് പാർട്ടോട് ഈ പാർട്ടും വേറൊരു പാർട്ടും കൂടി ചെയ്താൽ നമുക്ക് എന്ത് ചെയ്യാം, 2019 നീറ്റിൻ്റെ ഫിസിക്സ് പേപ്പർ നമുക്ക് കംപ്ലീറ്റ് ചെയ്യാം. ഓക്കെ അല്ലേ? ഇപ്പോൾ നമ്മൾ ചാനലിലേക്ക് കിടക്കുന്നതിന് മുന്നേ നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ആദ്യം നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കണും കൂടി എനാബിൾ ചെയ്യുക. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോ ആദ്യം തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കും. ഇനി നമുക്ക് നമ്മുടെ ക്വസ്റ്റ്യൻസിലേക്ക് കിടക്കാം. ആദ്യത്തെ ക്വസ്റ്റ്യൻ ഞാൻ വായിക്കാം, നിങ്ങൾക്കിവിടെ കാണുന്നുണ്ടാവും. എ ബോഡി വെയ്സ് 200 Newton ഓൺ ദി സർഫസ് ഓഫ് എർത്ത്. ഹൗ മച്ച് വിൽ ഇറ്റ് വെയ് ഹാഫ് ഡൗൺ ദി സെൻറ്റർ ഓഫ് ദി എർത്ത്? വളരെ സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. സർഫസ് ഓഫ് എർത്തിൽ ഒരു ബോഡിയുടെ വെയിറ്റ് എത്രയാണ്? 200 Newton ആണ്. അപ്പോൾ നമുക്കറിയാം വെയ്റ്റിൻ്റെ ഇക്വേഷൻ നമ്മൾ W ഈസ് ഈക്വൽ ടു എന്താ എഴുതുക? mg എന്നാണ് എഴുതുക. W ഈസ് ഈക്വൽ ടു mg അറ്റ് ദി സർഫസ് ഓഫ് എർത്ത്. ഇനി അവർ പറഞ്ഞത് ഹാഫ് വേ ഡൗൺ ദി സെൻറ്റർ ഓഫ് എർത്ത് എന്ന് പറഞ്ഞാൽ നമ്മൾ താഴേക്കാണ് പോകുന്നത്. എത്ര പോയി? നമ്മൾ എർത്തിൻ്റെ പകുതി ദൂരം പോയി, റേഡിയസിൻ്റെ പകുതി ദൂരമാണ് നമ്മൾ പോയത്. വിച്ച് മീൻസ് ദാറ്റ് ഇനീഷ്യലി ബോഡി ഉള്ളത് ഇവിടെയാണെന്ന് വിചാരിക്കുക. ഇവിടെയുള്ള വെയിറ്റാണ് അവർ പറഞ്ഞത് 200 Newton. പിന്നെ അവരെന്ത് ചെയ്തു? ഇതാണ് റേഡിയസ് എങ്കിൽ അതിൻ്റെ പകുതി ദൂരം ഈ പോയിന്റ് P എന്നെടുക്കുക. ഈ ഡിസ്റ്റൻസ് എത്രയാണ്? r/2 ആണ്. ഇവിടെയുള്ള വെയിറ്റ് W' എന്ന് ഞാൻ റെപ്രസെൻറ്റ് ചെയ്തു. W' ആണ് നമ്മുടെ ക്വസ്റ്റ്യൻ. നമ്മൾ W' എന്ന് പറയാൻ എന്താ ചെയ്താൽ W' ഈസ് ഈക്വൽ ടു mg'. m കോൺസ്റ്റന്റ് ആയിരിക്കും എന്തായാലും, g ആണ് മാറുക. സർഫസിൽ നിന്ന് മുകളിലേക്ക് പോയാലും താഴേക്ക് പോയാലും g കുറയും എന്ന് നമുക്കറിയാം. ഓക്കെ അല്ലേ? ഇനി g' ഇക്വേഷൻ g ഡൗൺ ദി എർത്ത് നമ്മുടെ ഇക്വേഷൻ അറിയാം. W ഈസ് ഈക്വൽ ടു m ഇൻറ്റു g' ഇക്വേഷൻ എന്താ വരിക? g ഇൻറ്റു 1 - d/r ആണ്. g ഇൻറ്റു 1 - d/r ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ഡൗൺ ദി എർത്ത്. ഇനി അപ്പാണെങ്കിൽ നമുക്കറിയാം g ഇൻറ്റു 1 - 2h/r ഫോർ h വെരി വെരി ലെസ് ദാൻ r. ആ കണ്ടീഷൻ സാറ്റിസ്ഫൈ ആയെങ്കിൽ നമുക്ക് എന്ത് എഴുതാം? 1 - 2h/r എന്ന് എഴുതാം. അപ്പോൾ നമുക്ക് എന്ത് എഴുതാം? W' ഈസ് ഈക്വൽ ടു mg' m ഇൻറ്റു g ഇൻറ്റു 1 - d/r. ഇനി mg എന്താണെന്ന് അവർ പറയുന്നുണ്ട്? ഇനീഷ്യൽ വെയിറ്റ് എത്രയാണ്? 200 Newton ആണ്. ഇനീഷ്യൽ വെയിറ്റ് എത്ര? 200. വിച്ച് മീൻസ് ദാറ്റ് mgക്ക് വേണം എനിക്ക് എന്ത് കൊടുക്കാം? 200 എന്ന് കൊടുക്കാം. 200 ഇൻറ്റു 1 - d എന്ന് പറഞ്ഞാൽ സർഫസിൽ നിന്നുള്ള ഡെപ്ത് അത് എത്രയാണ്? r/2. അപ്പോൾ r/2/r ആറും പോയി. അപ്പോൾ എന്താ കിട്ടുക? 200 ഇൻറ്റു 1 - 1/2 എന്ന് പറയുമ്പോൾ 1/2 തന്നെ. ആൻസർ എത്ര വരും? 100 Newton എന്ന് വരും. ആൻസർ എത്രയാ? 100 Newton. ഡൗട്ട് ഇല്ലല്ലോ? ദെർഫോർ ദ ആൻസർ ഈസ് 100 Newton. ഓപ്ഷൻ 4 ആണ് കറക്റ്റ് ആൻസർ. വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഗ്രാവിറ്റേഷൻ എന്ന് പറയുന്ന ചാപ്റ്ററിൽ നിന്ന് ചോദിച്ചാൽ വളരെ ഈസി ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണിത്. ഓക്കെ അല്ലേ? നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. അടുത്ത ക്വസ്റ്റ്യൻ ഒരു തിയറി ക്വസ്റ്റ്യൻ ആണ്. വിച്ച് കളർ ഓഫ് ദി ലൈറ്റ് ഈസ് ദ ലോങ്ങസ്റ്റ് വേവ് ലെങ്ത്? ഒരു 8ാം ക്ലാസ്സിലെ കുട്ടികളോട് ചോദിച്ചാൽ വരെ എഴുതാൻ പറ്റുന്ന ക്വസ്റ്റ്യൻ ആണ്. നിങ്ങളുടെ കഴിഞ്ഞ വർഷത്തെ നീറ്റ് എക്സാമിന് ചോദിച്ചത്. വിച്ച് കളർ ഈസ് ദ ലോങ്ങസ്റ്റ് വേവ് ലെങ്ത്? നിങ്ങൾക്കറിയാം വൈറ്റ് ലൈറ്റ് എന്ന് പറഞ്ഞാൽ 7 ഡിഫറൻറ്റ് കളേഴ്സിൻ്റെ കോമ്പിനേഷനാണ്. അതിൽ ഏറ്റവും ലോങ്ങസ്റ്റ് വേവ് ലെങ്ത് റെഡ് ആണ്, ഷോർട്ടസ്റ്റ് വേവ് ലെങ്ത് വയലറ്റ് ആണ്. ആ ഓർഡറിലാണ് അവർ വിജിയർ എന്ന് പറഞ്ഞ അറേഞ്ച് ചെയ്തത്. ഇനി ഫ്രീക്വൻസിയുടെ ടേംസിൽ പറയുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ ഫ്രീക്വൻസി, ഹയസ്റ്റ് ഫ്രീക്വൻസി വയലറ്റ് ആണ്, ഷോർട്ടസ്റ്റ് ഫ്രീക്വൻസി റെഡ് ആണ്. വേവ് ലെങ്ത് കൂടുമ്പോൾ ഫ്രീക്വൻസിൻ്റെയും കുറയും. അപ്പോൾ ഇവിടെ വേവ് ലെങ്ത് ആണ് ചോദിച്ചത്. ദെർഫോർ ദ ആൻസർ ഈസ് റെഡ്. ഒന്നും പറയാനില്ല ക്വസ്റ്റ്യനിലൊന്നും. ഇനി ക്വസ്റ്റ്യൻ നമ്പർ അടുത്ത ക്വസ്റ്റ്യൻ. എ സോളിഡ് സിലിണ്ടർ ഓഫ് മാസ് 2 kilogram ആൻഡ് റേഡിയസ് 4 centimeter ഈസ് റൊട്ടേറ്റിംഗ് അബൌട്ട് ഇറ്റ്സ് ആക്സിസ് അറ്റ് ദ റേറ്റ് ഓഫ് 3 rpm. ദ ടോർക്ക് റിക്വയർഡ് ടു സ്റ്റോപ്പ് ആഫ്റ്റർ 2π revolution ഈസ് ആഫ്റ്റർ 2π revolution. ഇത് റൊട്ടേഷൻ എന്ന ചാപ്റ്ററിൽ നിന്ന് ചോദിച്ചാൽ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഒരു സോളിഡ് സിലിണ്ടർ ഉണ്ട്. ഞാനിതാ ഒരു സോളിഡ് സിലിണ്ടറിനെ വരയ്ക്കാൻ പോകണേ. ഒരു സോളിഡ് സിലിണ്ടർ. ഈ സോളിഡ് സിലിണ്ടറിൻ്റെ എന്ത് ചെയ്യുന്നുണ്ട്? അതിൻ്റെ ആക്സിസ് കടന്ന് കറങ്ങുന്നുണ്ട്. അതിൻ്റെ ആക്സിസ് എന്ന് പറയുമ്പോൾ ഇതാണ് അതിൻ്റെ ആക്സിസ്. ഇതിങ്ങനെ കറങ്ങുന്നുണ്ട്. ഇയാൾ കറങ്ങുന്ന വെലോസിറ്റി അവർ പറയുന്നുണ്ട് n ഈസ് ഈക്വൽ ടു 2 rpm ആണ്. n ഈസ് ഈക്വൽ ടു 2 rpm. rpm എന്ന് പറഞ്ഞാൽ എന്താ? റൊട്ടേഷൻസ് പെർ മിനിറ്റ്. പിന്നെ അവർ പറയുന്നുണ്ട് മാസ് ഓഫ് ദി സിലിണ്ടർ 2 kilogram ആണ്. റേഡിയസ് ഓഫ് ദി സിലിണ്ടർ 4 centimeter ആണ്. റേഡിയസ് ഓഫ് സിലിണ്ടർ 4 centimeter ആണ്. സോറി, കറങ്ങുന്നത് 2 rpm അല്ല, 3 rpm. കറങ്ങുന്ന വെലോസിറ്റി 3 rpm ആണ്. ഇനി ഈ കറങ്ങുന്ന സിലിണ്ടറിനെ എനിക്ക് എന്ത് ചെയ്യണം? സ്റ്റോപ്പ് ചെയ്യിക്കണം. നിങ്ങൾക്കറിയാം
കറങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു വസ്തുവിനെ സ്റ്റോപ്പ് ചെയ്യിക്കണമെങ്കിൽ നമ്മൾ എന്ത് കൊടുക്കണം? എക്സ്റ്റേണൽ ടോർക്ക് കൊടുക്കേണ്ടി വരും ഫ്രം ന്യൂട്ടൺസ് ഫസ്റ്റ് ലോ. അപ്പോൾ ഇയാൾ സ്റ്റോപ്പ് ചെയ്യിക്കണമെങ്കിൽ എക്സ്റ്റേണൽ ടോർക്ക് കൊടുക്കണം. അങ്ങനെ കൊടുക്കാൻ ടോർക്കാണ് ക്വസ്റ്റ്യൻ. ഇവർ പറയുന്നുണ്ട് എത്ര കറങ്ങിയാലാണ് സ്റ്റോപ്പ് ചെയ്യിക്കേണ്ടതെന്ന് പറയുന്നുണ്ട്. ആഫ്റ്റർ 2π റെവല്യൂഷൻ, ഇയാൾ 2π റെവല്യൂഷൻ കറങ്ങിയാലാണ് എന്ത് ചെയ്യേണ്ടത്? സ്റ്റോപ്പ് ചെയ്യേണ്ടത്. 2π അങ്ങനെയാണെങ്കിൽ നമ്മൾ കൊടുക്കേണ്ട ടോർക്ക് എത്രയാണ് ക്വസ്റ്റ്യൻ. വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ശ്രദ്ധിക്കുക, ടോർക്കിൻ്റെ ഇക്വേഷൻ ടോ ഈസ് ഈക്വൽ ടു ഐ ആൽഫ ആണ്. ടോ ഈസ് ഈക്വൽ ടു ഐ ആൽഫ. ഐ എന്ന് പറഞ്ഞാൽ മൊമെന്റ് ഓഫ് ഇനേർഷ്യ, ആൽഫ എന്ന് പറഞ്ഞാൽ ആംഗുലാർ ആക്സലറേഷൻ. ഐ എന്ന് പറഞ്ഞാൽ സോളിഡ് സിലിണ്ടർ ആണ്. സോളിഡ് സിലിണ്ടറിന്റെ മൊമെന്റ് ഓഫ് ഇനേർഷ്യ mr²/2 ഇൻറ്റു ആൽഫ. എം അവർ പറയുന്നുണ്ട്, ആറ് പറയുന്നുണ്ട്. ആൽഫയെ പറ്റിയൊന്നും പറയുന്നില്ല. പക്ഷെ ആൽഫയെ കണ്ടുപിടിക്കാൻ നമുക്ക് സിമ്പിളായിട്ട് പറ്റും. കാരണം ഇയാൾ കറങ്ങുന്ന സ്പീഡ് പറയുന്നുണ്ട് 3 RPM ആണ്. അതിൽ നിന്ന് നമുക്ക് ഒമേഗ ഇനീഷ്യൽ ആംഗുലാർ വെലോസിറ്റി ഒമേഗ 0 കിട്ടും. ഒമേഗ 0 എന്ന് പറയുമ്പോൾ നമുക്ക് എന്താ കിട്ടുക? 2πn/60 എന്നാണ് കിട്ടുക. 2πn/60 ദാറ്റ് ഈസ് ഈക്വൽ ടു 2π ഇൻറ്റു n എത്രയാ? 3 ആണ് ബൈ 60. അപ്പോൾ 3 പോയി 20 പോയാൽ 10 വരും. ആൻസർ എന്ത് വരും? π/10 റേഡിയൻ പെർ സെക്കൻഡ് എന്ന് വരും. ആൻസർ എത്രയാ? π/10 റേഡിയൻ പെർ സെക്കൻഡ്, വിച്ച് മീൻസ് ദാറ്റ് ഇനീഷ്യൽ ആംഗുലാർ വെലോസിറ്റി ഒമേഗ 0 ഈസ് π/10 റേഡിയൻ പെർ സെക്കൻഡ്. അങ്ങനെയാണെങ്കിൽ ഫ്രം ഇക്വേഷൻസ് ഓഫ് മോഷൻ നമുക്ക് മൂന്നാമത്തെ ഇക്വേഷൻ യൂസ് ചെയ്യാം. മൂന്നാമത്തെ ഇക്വേഷൻ എന്താ? ω² ഈസ് ഈക്വൽ ടു ω02 - 2 ആൽഫ തീറ്റ. ഇത് v² = u² - 2 as എന്നുള്ളതിൻ്റെ റൊട്ടേഷണൽ അനലോഗാണ്. ω² = ω02 - 2 ആൽഫ തീറ്റ. മൈനസ് യൂസ് ചെയ്യാനുള്ള കാരണം ഇത് റിട്ടാർഡേഷൻ ആണ്. ബോഡി കുറച്ച് കഴിഞ്ഞാൽ സ്റ്റോപ്പ് ചെയ്യാണ് ചെയ്യാം. ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഇക്വേഷന് വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഈ ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ തീറ്റ എന്ന് പറഞ്ഞാൽ എന്താ? ആംഗുലാർ ഡിസ്പ്ലേസ്മെന്റ് ആണ്. തീറ്റ എന്ന് പറഞ്ഞാൽ ആംഗുലാർ ഡിസ്പ്ലേസ്മെന്റ്. ഇവർ ആംഗുലാർ ഡിസ്പ്ലേസ്മെന്റിനെ പറ്റിയല്ല ഇവർ പറയുന്നത്. ഒരു നമ്പർ ഓഫ് റെവല്യൂഷൻസിനെ പറ്റിയാണ് പറയുന്നത്. എന്ന് പറഞ്ഞാൽ 2π റെവല്യൂഷൻസ് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യണം? സ്റ്റോപ്പ് ചെയ്യണം. 2π റെവല്യൂഷൻസ് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യണം? സ്റ്റോപ്പ് ചെയ്യണം. അങ്ങനെയാണെങ്കിൽ തീറ്റ നമുക്ക് കണ്ടുപിടിക്കാം. തീറ്റ ഈസ് ഈക്വൽ ടു 2π ഇൻറ്റു n. ഒരു റെവല്യൂഷൻ എന്ന് പറയുമ്പോൾ 2π റേഡിയൻ ആണ്. അപ്പോൾ n റെവല്യൂഷൻ എന്ന് പറയുമ്പോൾ എത്ര ആയിരിക്കും? 2π ഇൻറ്റു n. n എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് റെവല്യൂഷൻ. ദാറ്റ് ഈസ് ഈക്വൽ ടു 2π ഇൻറ്റു n. എത്ര എന്ന് പറയുന്നുണ്ട്? n എത്രയാ? 2π ആണ്. വിച്ച് മീൻസ് ആൻസർ എന്ത് കിട്ടും? 4π² എന്ന് കിട്ടും. ദെർഫോർ തീറ്റ എത്രയാണ്? 4π² ആണ്. തീറ്റ എന്ന് പറഞ്ഞാൽ 4π² ആണ്. ഓക്കെ അല്ലേ? Therefore ω² is equal to ഇക്വേഷൻ അപ്ലൈ ചെയ്യാം. ω02 - 2 ആൽഫ തീറ്റ നമ്മൾ ഇക്വേഷൻ. ω² എന്ന് പറയുമ്പോൾ 0 എന്ന് കിട്ടും. ഫൈനൽ ആംഗുലാർ വെലോസിറ്റി 0. എന്താ കാരണം? സ്റ്റോപ്പിംഗ് ആണ്. Therefore ഫൈനൽ ആംഗുലാർ വെലോസിറ്റി എന്തായിരിക്കും? 0 ആയിരിക്കും. ഇനീഷ്യൽ ആംഗുലാർ വെലോസിറ്റി നമ്മൾ കണ്ടുപിടിച്ചിട്ട് π/10. അപ്പോൾ അതിൻ്റെ സ്ക്വയർ എന്ന് പറയുമ്പോൾ എത്ര കിട്ടുക? π²/100 - 2 ഇൻറ്റു ആൽഫയുടെ വാല്യൂ കണ്ടുപിടിക്കണം. തീറ്റയുടെ വാല്യൂ നമുക്ക് കിട്ടിക്കഴിഞ്ഞു. എത്രയാ? 4π². തീറ്റയുടെ വാല്യൂ എത്രയാണ്? 4π². ദിസ് ഇംപ്ലൈസ് ഇയാൾ ഇങ്ങോട്ട് വന്നു. 2 ആൽഫ 4π² ഈസ് ഈക്വൽ ടു π²/100 എന്ന് വരും. π² പോയി 2 × 4 എത്രയാ? 8. Therefore ആൽഫ ഈസ് ഈക്വൽ എത്ര വരും? 8 അങ്ങോട്ട് പോകുമ്പോൾ 1/800 റേഡിയൻ പെർ സെക്കൻഡ് സ്ക്വയർ എന്ന് വരും. ആൽഫ എത്രയാ? 1/800 റേഡിയൻ പെർ സെക്കൻഡ് സ്ക്വയർ. അപ്പോൾ എന്ത് കിട്ടി? ആൽഫയും കിട്ടി. ഇനി അടുത്ത പരിപാടി എന്താ? ടോർക്ക് കണ്ടുപിടിക്കുക. ടോ ഈസ് ഈക്വൽ ടു ഐ ആൽഫ അല്ലേ? ടോ ഈസ് ഈക്വൽ ടു ഐ ആൽഫ. ദാറ്റ് ഈസ് ഈക്വൽ ടു ഐ എന്ന് പറഞ്ഞാൽ mr²/2 ഇൻറ്റു ആൽഫയുടെ വാല്യൂ നമുക്ക് കിട്ടിക്കഴിഞ്ഞു 1/800 ഈസ് ഈക്വൽ ടു എം എന്ന് പറയുമ്പോൾ എത്രയാ? 2. റേഡിയസ് ഓഫ് ദി ബ്ലോക്ക് സിലിണ്ടർ അവർ പറയുന്നുണ്ട് 4 സെൻറ്റിമീറ്റർ ആണ്. 4 സെൻറ്റിമീറ്റർ എന്ന് പറയുമ്പോൾ 4 × 10⁻⁻² മീറ്റർ. അപ്പോൾ അതിൻ്റെ സ്ക്വയർ എന്ന് പറയുമ്പോൾ എത്ര വരിക? 4ൻ്റെ സ്ക്വയർ 16, 10⁻²ൻ്റെ സ്ക്വയർ 10⁻²/2. അതാണ് mr²/2. mr²/2 ഇൻറ്റു ആൽഫ എന്ന് പറയുമ്പോൾ 1/800. അപ്പോൾ 2 പോയി അല്ലേ? 16ഉം 800ഉം പോയാൽ 16ഉം 800ഉം പോയാൽ എത്രയാ? 16 × 5 80 ആണ്. അപ്പോൾ ആൻസർ എത്ര വരും? 550 എന്ന് വരും. 50 ഡൗട്ടില്ലല്ലോ. അപ്പോൾ 50 ഇൻറ്റു 1/50 × 10⁻⁻4. 1/50 × 10⁻⁻4 എന്ന് പറഞ്ഞാൽ എത്രയാണ് വരിക? 1/50 എന്ന് പറയുമ്പോൾ 0.02 ആണ്. അപ്പോൾ 2 × 10⁻⁻6 എന്ന് വരും ആൻസർ. ഫൈനൽ ആൻസർ എന്ത് വരും? 2 × 10⁻⁻6. 2 × 10⁻⁻6 യൂണിറ്റ് എന്തായിരിക്കും? ന്യൂട്ടൺ മീറ്റർ. ഡൗട്ടില്ലല്ലോ. വളരെ ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ദ റേഡിയസ് ഓഫ് സർക്കിൾ, ദ പീരിയഡ് ഓഫ് റെവല്യൂഷൻ, ഇനീഷ്യൽ പൊസിഷൻ ആൻഡ് സെൻസ് ഓഫ് റെവല്യൂഷൻ ആർ ഇൻഡിക്കേറ്റഡ് ഇൻ ദ ഫിഗർ. Y projection of the radius vector of rotating particle P is. Y projection of the radius vector of rotating particle P is. ശ്രദ്ധിക്കാം. അപ്പോൾ ഒരു ഫിഗർ തന്നിട്ടുണ്ട്. ഇതാണ് ഫിഗർ. ഇനീഷ്യലി ആ പാർട്ടിക്കിൾ ഇവിടെയാണുള്ളത്. അതായത് t = 0. അതാണ് t = 0 എന്ന് പറഞ്ഞ പോയിന്റിൽ പാർട്ടിക്കിൾ ഇവിടെയാണുള്ളത്.
ടൈം പീരിയഡ് ക്യാപിറ്റൽ ടി അവർ പറയുന്നുണ്ട് എത്രയാ 4 സെക്കൻഡ് ആൻഡ് ദ റേഡിയസ് ഈസ് 3 മീറ്റർ. ഇതാണ് സംഭവം എന്ന് പറഞ്ഞാൽ ഒരു ബോഡി സർക്കുലർ മോഷനിലാണ്. ആ ബോഡി പി എന്ന് പറഞ്ഞ പോയിന്റിൽ നിന്നാണ് തുടങ്ങുന്നത്. ഇയാളുടെ വൈ പ്രൊജക്ഷൻ്റെ ഇക്വേഷൻ ഏതാണ് ക്വസ്റ്റ്യൻ. ഇത് ആക്ച്വലി സർക്കുലർ മോഷൻ ആസ് എ പ്രൊജക്ഷൻ ഓഫ് SHM എന്നുള്ള ടോപ്പിക്ക് നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. അവിടെ നിന്ന് നിങ്ങൾക്ക് എഴുതാൻ പറ്റുന്ന സാധനമാണിത്. ശ്രദ്ധിക്കുക, ഇയാളിങ്ങനെ സർക്കുലേറ്റ് ചെയ്യുമ്പോൾ ഈ എക്സ് കോർഡിനേറ്റിൻ്റെയും വൈ കോർഡിനേറ്റിൻ്റെയും മൂവ്മെൻറ്റ് നിങ്ങൾ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് എന്താ കാണാൻ പറ്റുക? എക്സ് കോർഡിനേറ്റ് ആണെങ്കിൽ ഇപ്പോൾ ഇയാൾ ഇവിടുന്നാണ് തുടങ്ങുന്നതെങ്കിൽ ഇയാളുടെ വൈ കോർഡിനേറ്റ് ഇവിടെ ആയിരിക്കും, എക്സ് കോർഡിനേറ്റ് എന്തായിരിക്കും? 0 ആയിരിക്കും അല്ലേ? ഞാനിപ്പോൾ ഇയാളുടെ ഇനീഷ്യൽ പൊസിഷൻ എഴുതുകയാണെങ്കിൽ 0,y എന്നാണ് എഴുതുക. 0,y, കാരണം ഇനീഷ്യലി ഇയാൾ ഇവിടെ അല്ലേ ഉള്ളത്. എക്സ് കോർഡിനേറ്റ് 0 ആണ്, വൈ കോർഡിനേറ്റ് മാക്സിമത്തിനാണ്. ഇനി ഇയാൾ ഇങ്ങനെ കുറച്ച് കഴിയുമ്പോൾ അയാൾ ഈ ഒരു പോയിന്റിൽ എത്തിയെന്നായിരിക്കും. ഈ പോയിന്റ് ഞാൻ Q എന്ന് മാർക്ക് ചെയ്തു. ഈ പോയിന്റിൽ എത്തി കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? വൈ കോർഡിനേറ്റ് ഇവിടെ നിന്ന് താഴേക്ക് വരികയാണ് ചെയ്തത്, പക്ഷേ എക്സ് കോർഡിനേറ്റ് ഇവിടെ നിന്ന് അങ്ങോട്ട് പോയി എന്ന് പറഞ്ഞാൽ വൈ കോർഡിനേറ്റ് കുറഞ്ഞു, എക്സ് കോർഡിനേറ്റ് എന്ത് ചെയ്തു? കൂടി. അങ്ങനെ ഈ പാർട്ടികൾ പോയി ഇവിടെ എത്തിക്കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? വൈ കോർഡിനേറ്റ് 0 ആവും, എക്സ് കോർഡിനേറ്റ് മാക്സിമം ആവും. ഇനി എന്ത് ചെയ്യും? ഇയാൾ താഴേക്ക് വരുന്നതനുസരിച്ച് വൈ കോർഡിനേറ്റ് അടുത്ത നെഗറ്റീവ് ഡയറക്ഷനിൽ കൂടാൻ തുടങ്ങും, എക്സ് കോർഡിനേറ്റ് 0 ആവും. ഇനി ഏറ്റവും താഴെ എത്തി കഴിയുമ്പോൾ എക്സ് കോർഡിനേറ്റ് വീണ്ടും 0 ആവും, വൈ കോർഡിനേറ്റ് നെഗറ്റീവ് മാക്സിമം ആവും. പിന്നെ ഇങ്ങോട്ട് പോകാൻ നേരത്ത് വൈ കോർഡിനേറ്റ് നെഗറ്റീവ് മാക്സിമത്തിൽ നിന്ന് 0യിലേക്ക് പോകും, എക്സ് കോർഡിനേറ്റ് നെഗറ്റീവ് മാക്സിമത്തിലേക്ക് പോകാൻ തുടങ്ങും. എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഇതിനെ വൈ കോർഡിനേറ്റിനെയും എക്സ് കോർഡിനേറ്റും സെപ്പറേറ്റ് ആയിട്ട് സ്റ്റഡി ചെയ്താൽ നിങ്ങൾക്ക് കാര്യം മനസ്സിലാവും. ഈ വൈ കോർഡിനേറ്റും എക്സ് കോർഡിനേറ്റും സെപ്പറേറ്റ് ആയിട്ട് എന്ത് എക്സിക്യൂട്ട് ചെയ്യുന്നുണ്ട്? SHM എക്സിക്യൂട്ട് ചെയ്തിട്ടുണ്ട്. മാക്സിമത്തിൽ നിന്ന് 0യിലേക്ക് പോകും, നെഗറ്റീവ് മാക്സിമം പോകും, വീണ്ടും 0, പോസിറ്റീവ് മാക്സിമം. അങ്ങനെ വൈ കോർഡിനേറ്റും എക്സ് കോർഡിനേറ്റും എന്ത് എക്സിക്യൂട്ട് ചെയ്യുന്നുണ്ട്? സെപ്പറേറ്റ് ആയിട്ട് SHM എക്സിക്യൂട്ട് ചെയ്യുന്നുണ്ട്. ഇതെങ്ങനെയാണ് സംഭവം എന്ന് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു അല്ലേ? നിങ്ങൾ ഓൾറെഡി പഠിച്ച കാര്യമായതുകൊണ്ടാണ് ഞാൻ സ്പീഡിൽ പറഞ്ഞു പോയത്. ഇനി SHM എക്സിക്യൂട്ട് ചെയ്താൽ നമുക്കറിയാം അതിൻ്റെ ഇക്വേഷൻ ഒന്നെങ്കിൽ സൈൻ ഫംഗ്ഷൻ ആയിട്ടോ അല്ലെങ്കിൽ കോസ് ഫംഗ്ഷൻ ആയിട്ടോ എഴുതാൻ പറ്റും. അതാണ് SHMൻ്റെ പ്രത്യേകത. ദ ഡിസ്പ്ലേസ്മെൻറ്റ് ഓഫ് ദി SHM ക്യാൻ ബി റെപ്രസെൻറ്റഡ് ഐദർ ബൈ സൈൻ ഫംഗ്ഷൻ ഓർ കോസ് ഫംഗ്ഷൻ. ഇനി സൈൻ ആണോ കോസ് ആണോ എന്നാണ് അറിയേണ്ടത്. നോക്കിക്കേ, അറ്റ് t = 0 പാർട്ടിക്കിൾ മുകളിലാണുള്ളത് അല്ലേ? എന്ന് പറഞ്ഞാൽ ഇനീഷ്യലി പാർട്ടിക്കിളിൻ്റെ വൈ കോർഡിനേറ്റ് മാക്സിമം ആണ്. എന്താണ്? മാക്സിമം ആണ്. അപ്പോൾ വൈ കോർഡിനേറ്റ് മാക്സിമം ആകണമെങ്കിൽ ആ ഫംഗ്ഷൻ എന്തായിരിക്കണം? കോസ് ഫംഗ്ഷൻ ആയിരിക്കണം. ശ്രദ്ധിച്ചേ, ഇപ്പോൾ y = a sin ωt എന്ന് ഞാൻ എഴുതി. y = a sin ωt എന്ന് എഴുതി. ഇനീഷ്യലി എന്ന് പറഞ്ഞാൽ ടിയുടെ വാല്യൂ എത്രയാണ്? 0 ആണ്. ടിയുടെ വാല്യൂ 0 കൊടുത്താൽ ഇതാണ് ഫംഗ്ഷൻ എങ്കിൽ വൈക്ക് 0 അല്ല കിട്ടുക. നമുക്കറിയാം വൈക്ക് 0 അല്ല കിട്ടേണ്ടത്. ഇനീഷ്യലി വൈയുടെ വാല്യൂ മാക്സിമം ആണ്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? y = a sin ωt അല്ല എഴുതേണ്ടത്, y = a cos ωt ആണ് എഴുതേണ്ടത്. y = a cos ωt. ഇനി നിങ്ങൾ ടിക്ക് 0 എടുത്ത് നോക്കിയേ. ടിക്ക് 0, cos 0 എത്രയാണ്? 1. അപ്പോൾ y = എന്ത് കിട്ടും? a എന്ന് കിട്ടും. y എന്ന് പറഞ്ഞാൽ ആംപ്ലിറ്റ്യൂഡ്, y = a. അപ്പോൾ ഇനീഷ്യലി വൈയുടെ വാല്യൂ എത്രയാണ്? a എന്ന് പറഞ്ഞാൽ ആംപ്ലിറ്റ്യൂഡ് പറഞ്ഞാൽ മാക്സിമം ആണ്. വിച്ച് മീൻസ് ആർ ഇനീഷ്യലി വൈയുടെ വാല്യൂ മാക്സിമം ആണ്. അപ്പോൾ ഇക്വേഷൻ എന്താ വരിക? y = a cos ωt എന്നാണ് വരിക. y = a cos ωt. ഇനി ഇക്വേഷൻ a എന്ന് പറഞ്ഞാൽ ആംപ്ലിറ്റ്യൂഡ് ആണ്. നോക്കിക്കേ, നമ്മൾ വൈ കോർഡിനേറ്റ് ഇവിടുന്ന് തുടങ്ങി ഇവിടെ എത്തി, ഇവിടുന്ന് ഇങ്ങോട്ട് വന്നു. ആംപ്ലിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ ആക്ച്വലി ഈ സർക്കിളിൻ്റെ റേഡിയസ് തന്നെയാണ് വരിക. റേഡിയസ് പറയുന്നത് എത്ര? 3 മീറ്റർ. അപ്പോൾ 3 × cos ഒമേഗയുടെ വാല്യൂ, ഒമേഗനെ നമുക്ക് എന്ത് എഴുതാം? 2π/t എന്ന് എഴുതാം. ഒമേഗ എന്ന് പറഞ്ഞാൽ 2π/t എന്ന് പറഞ്ഞാൽ ടൈം പീരീഡ് ഇൻറ്റു സ്മോൾ t. ദാറ്റ് ഈസ് = 3 cos ക്യാപിറ്റൽ ടി എത്രയാണ് ഫിഗറിൽ പറയുന്നുണ്ട്? എത്രയാണ്? 4 സെക്കൻഡ്. അപ്പോൾ 2π/4 എന്ന് പറയുമ്പോൾ എത്രയാണ്? π/2 × t. therefore ഇതാണ് ആൻസർ വരിക. y = 3 cos π/2 × t. ഡൗട്ട് ഇല്ലല്ലോ, വളരെ ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഇനി ഇതിൻ്റെ എക്സ് കോർഡിനേറ്റ് ആണ് എഴുതാൻ പറഞ്ഞെങ്കിലോ? ഒരു കാര്യം ഉറപ്പിക്കാം, വൈ കോർഡിനേറ്റ് കോസ് ആണെങ്കിൽ എക്സ് കോർഡിനേറ്റ് എന്തായിരിക്കണം? സൈൻ ആയിരിക്കണം. ഇനി നേരെ മറിച്ച് വൈ കോർഡിനേറ്റ് ആണ് സൈൻ എങ്കിൽ എക്സ് കോർഡിനേറ്റ് എന്തായിരിക്കും? കോസ് ആയിരിക്കും. ഡൗട്ട് ഇല്ലല്ലോ. അപ്പോൾ ഇവിടെ നമുക്ക് എക്സ് എങ്ങനെ എഴുതാം? x = a sin ωt എന്ന് എഴുതാം. x = a sin ωt. നമുക്ക് ഫിഗർ നോക്കി തന്നെ പറയാം. ഇനീഷ്യലി പാർട്ടിക്കിൾ ഇവിടെ അല്ലേ? അപ്പോൾ ഇനീഷ്യലി പാർട്ടിക്കിളിൻ്റെ എക്സ് കോർഡിനേറ്റ് എന്താ? 0 ആണ്. അപ്പോൾ നമുക്ക് എന്ത് ഫംഗ്ഷൻ ആയിരിക്കണം? സൈൻ ഫംഗ്ഷൻ ആയിരിക്കണം. ഓക്കെ അല്ലേ? അപ്പോൾ ആ ക്വസ്റ്റ്യൻ കഴിഞ്ഞു. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. A hollow metal sphere of radius r is uniformly charged. A hollow metal sphere of radius r is uniformly charged. The electric field due to the sphere at a distance r from the center is. The electric field due to the sphere at a distance r from the center is. ശ്രദ്ധിക്കുക, ഹോളോ മെറ്റാലിക് സ്ഫിയർ ആണ് പറഞ്ഞത്. ഹോളോ മെറ്റാലിക് സ്ഫിയർ എന്ന് പറഞ്ഞാൽ ഉള്ളിലൊന്നുമില്ല. ഇത് യൂണിഫോമിലി ചാർജ് ചെയ്തു എന്ന് പറഞ്ഞാൽ സർഫസിലൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്? യൂണിഫോം ആയിട്ട് നിങ്ങൾ പോസിറ്റീവ് ചാർജ് ആണ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തത് എന്ന് വിചാരിക്കുക. പോസിറ്റീവ് ചാർജ് ആണ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തത്. അങ്ങനെയാണെങ്കിൽ നമുക്കറിയാം ഇതിൻ്റെ ഉള്ളിലൊന്നും ഇല്ലാത്തത് കൊണ്ട്
ഇതിൻ്റെ ഉള്ളിലുള്ള ഫീൽഡ് എന്തായിരിക്കും? ഇലക്ട്രിക് ഫീൽഡ് ഇൻസൈഡ് ദ സ്ഫിയർ ഈസ് സീറോ. ഇലക്ട്രിക് ഫീൽഡ് ഇൻസൈഡ് ദ സ്ഫിയർ ഈസ് സീറോ. അത് നിങ്ങൾക്ക് ഗോസ് ലോ വെച്ചിട്ട് സിമ്പിളായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റും. ഞാൻ എക്സ്പ്ലനേഷനിലേക്ക് കിടക്കുന്നില്ല. അപ്പോൾ ഉള്ളിലുള്ള ഫീൽഡ് എന്തായിരിക്കും? സീറോ ആയിരിക്കും. ഇനി പുറത്തുള്ള സ്ഫിയർ, നിങ്ങൾക്കറിയാം ഒരു സ്ഫിയറിൻ്റെ പുറത്തുള്ള ഫീൽഡ് എന്ന് പറഞ്ഞാൽ ആക്ച്വലി ഒരു പോയിന്റ് ചാർജിൻ്റെ അതേ ഫോമിലാണ് വരിക. അപ്പോൾ പുറത്തുള്ളൊരു പോയിന്റ് ഇ പി എന്ന് പറഞ്ഞ പോയിന്റ്, പിയിലേക്ക് നിന്ന് സെൻറ്ററിലേക്കുള്ള ഡിസ്റ്റൻസ് 6. പുറത്തുള്ള പോയിന്റ് ഇ പി ഈസ് ഈക്വൽ നമുക്ക് എങ്ങനെ എഴുതാം? കെ ക്യൂ ബൈ ആർ സ്ക്വയർ എന്ന് എഴുതാം. കെ ക്യൂ ബൈ ആർ സ്ക്വയർ. ക്യൂ എന്ന് പറഞ്ഞാൽ ടോട്ടൽ ചാർജ് ഓഫ് ദി സ്ഫിയർ. ദിസ് ഈസ് ഐഡന്റിക്കൽ ടു ദി ഇലക്ട്രിക് ഫീൽഡ് വിത്ത് എ പോയിന്റ് ചാർജ്. ഇതൊക്കെ നമ്മൾ തിയറിയിൽ പഠിക്കുന്ന സാധനമാണ്. അപ്പോൾ ഇ പി ഈസ് ഈക്വൽ ടു കെ ക്യൂ ബൈ ആർ സ്ക്വയർ എന്ന് പറഞ്ഞാൽ ഉള്ളിലുള്ള ഫീൽഡ് 0 ആണ്, പുറത്തുള്ള ഫീൽഡ് കെ ക്യൂ ബൈ ആർ സ്ക്വയർ എന്ന് പറഞ്ഞാൽ ഈ പ്രൊപ്പോർഷണൽ ടു 1 ബൈ ആർ സ്ക്വയർ എന്ന് പറഞ്ഞാൽ ഡിസ്റ്റൻസ് കൂടുമ്പോൾ ഫീൽഡ് എന്ത് ചെയ്യും? കുറയും. അപ്പോൾ നമ്മൾ ഗ്രാഫിക്കലി റെപ്രസെൻറ്റ് ചെയ്യുമ്പോൾ എങ്ങനെ നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യാം? ഗ്രാഫിക്കലി റെപ്രസെൻറ്റ് ചെയ്യുമ്പോൾ ഇതാണ് റേഡിയസ് 6, ഇത് ഡിസ്റ്റൻസ് ആണ്, സെൻറ്ററിൽ നിന്നുള്ള ഡിസ്റ്റൻസ്. അപ്പോൾ ആർ ഈസ് ഈക്വൽ ടു ആർ. ആർ ഈസ് ഈക്വൽ ടു ക്യാപിറ്റൽ ആർ എന്ന് പറഞ്ഞ പോയിന്റ് ഏതാ? സർഫസിലുള്ള പോയിന്റ് ആണ്. സർഫസിലുള്ള പോയിന്റ് എത്തുന്ന വരെ ഫീൽഡ് 0 ആണ്. സർഫസിലുള്ള പോയിന്റ് ഇപ്പോൾ ഞാൻ സെൻറ്ററിൽ നിന്ന് നടക്കാൻ തുടങ്ങി. സെൻറ്ററിൽ നിന്ന് സർഫസിലേക്ക് നടക്കുകയാണ്. സെൻട്രലിൽ നിന്ന് സർഫസിലേക്ക് നടക്കുകയാണ്. അപ്പോൾ ഇവിടുന്ന് നടക്കാൻ തുടങ്ങി. സെൻട്രലിൽ നിന്ന് സർഫസിലേക്ക് നടക്കുന്ന വരെ ഫീൽഡ് എന്താണ്? 0. അപ്പോൾ ഈ പോയിന്റ് വരെ നിങ്ങൾ എന്ത് വരയ്ക്കരുത്? ഗ്രാഫ് വരയ്ക്കരുത്. ഇനി സർഫസ് എത്തിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യും? ഫീൽഡ് പ്രൊപ്പോർഷണൽ 1 ബൈ ആർ സ്ക്വയർ, ഫീൽഡ് കുറയും. അപ്പോൾ ഈ പ്രൊപ്പോർഷണൽ 1 ബൈ ആർ സ്ക്വയറിൻ്റെ ഗ്രാഫ് വരയ്ക്കാം. അപ്പോൾ ഇങ്ങനെയാണ് വരും. ഈ പ്രൊപ്പോർഷണൽ ടു 1 ബൈ ആർ സ്ക്വയർ. ഇത് ഔട്ട്സൈഡ് പോയിന്റ്. ഇൻസൈഡ് പോയിന്റിലാണെങ്കിൽ ഫീൽഡ് ഉണ്ടാവില്ല. ഓക്കെ അല്ലേ? ഡൗട്ടില്ലല്ലോ. ഇനി ഇതൊരു സോളിഡ് സ്ഫിയർ ആണെന്ന് വിചാരിക്കുക. കണ്ടക്ടിങ് സോളിഡ് സ്ഫിയർ. കണ്ടക്ടിങ് സോളിഡ് സ്ഫിയർ. കണ്ടക്ടിങ് സോളിഡ് സ്ഫിയർ. സോളിഡ് സ്ഫിയർ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം ഇതിൻ്റെ ഉള്ളിലൊക്കെ എന്തുണ്ടാവും? കണ്ടന്റ് ഉണ്ടാവും. അതാണ് കണ്ടക്ടിങ് സോളിഡ് സ്ഫിയറിൻ്റെ പ്രത്യേകത. പക്ഷേ കണ്ടക്ടിങ് സോളിഡ് സ്ഫിയറിലും നിങ്ങൾ യൂണിഫോം ആയിട്ട് ചാർജ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്താൽ ആ ചാർജ് എവിടെ തന്നെയാണ് പോയി നിൽക്കുക? സർഫസിൽ തന്നെയാണ് പോയി നിൽക്കുക. എന്ന് പറഞ്ഞാൽ കണ്ടക്ടിങ് സോളിഡ് സ്ഫിയർ ആണെങ്കിലും ഉള്ളിൽ എന്തുണ്ടാവില്ല? ചാർജ് ഉണ്ടാവില്ല. ഉള്ളിൽ ചാർജ് ഇല്ലാത്തതുകൊണ്ട് തന്നെ ഉള്ളിലെ ഫീൽഡ് എന്തായിരിക്കും? അപ്പോഴും 0 ആയിരിക്കും. ഗ്രാഫ് തന്നെയാണ് വരിക. അപ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കാം. ഹോളോ സ്ഫിയറിൻ്റെയും കണ്ടക്ടിങ് സോളിഡ് സ്ഫിയറിൻ്റെയും ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഫോമും ഇക്വേഷനും ഒക്കെ എന്താണ്? സെയിം ആണ്. ഉള്ളിൽ ഫീൽഡ് ഉണ്ടാവില്ല, പുറത്ത് ഫീൽഡ് ഉണ്ടാവും. ഓക്കെ അല്ലേ? ശ്രദ്ധിക്കണം. കണ്ടക്ടിങ് സോളിഡ് സ്ഫിയർ ആണെങ്കിൽ. ഈ ഞാനൊരു നോൺ കണ്ടക്ടിങ് സോളിഡ് സ്ഫിയർ ആണ് എടുക്കുന്നത്. നോൺ കണ്ടക്ടിങ് സോളിഡ് സ്ഫിയർ. നോൺ കണ്ടക്ടിങ് എന്ന് പറഞ്ഞാൽ എന്താ മീനിങ്? ഇൻസുലേറ്റർ അല്ലെങ്കിൽ നോൺ കണ്ടക്ടിങ് എന്നൊക്കെ പറഞ്ഞ മീനിങ് എന്താ? ചാർജ് അതിൻ്റെ ഉള്ളിൽ കൂടെ സഞ്ചരിക്കില്ല, മൂവ് ചെയ്യില്ല. അപ്പോൾ നിങ്ങൾ ഇതിൻ്റെ ഉള്ളിൽ ചാർജ് കണ്ടക്ടിങ് ആണെങ്കിൽ നിങ്ങൾ ഇതിൻ്റെ ഉള്ളിൽ ചാർജ് വെച്ചാലും ആ ചാർജ് എവിടെ പോയി നിൽക്കും? സർഫസിൽ പോയി നിൽക്കും. നോൺ കണ്ടക്ടിങ് ആണെങ്കിൽ നിങ്ങൾ ഇതിനെ ഉള്ളിൽ മൊത്തം വോളിയത്തിൽ യൂണിഫോം ആയിട്ടാണ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തെങ്കിൽ നിങ്ങൾ എങ്ങനെയാണോ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത് അതുപോലെ തന്നെ ചാർജ് അവിടെ ഉണ്ടാവും. ബിക്കോസ് ചാർജ് കനോട്ട് ട്രാവൽ ഇൻസൈഡ് എ നോൺ കണ്ടക്ടർ. ദെർഫോർ നിങ്ങൾ എങ്ങനെയാണ് ചാർജ് കൊടുക്കുന്നത് അതേപോലെ തന്നെ ചാർജ് അവിടെ ഉണ്ടാവും. ദെർഫോർ ഇതിൻ്റെ ഉള്ളിലൊക്കെ എന്തുണ്ടാവും? ചാർജ് ഉണ്ടാവും എന്നർത്ഥം. ഇതിൻ്റെ ഉള്ളിലൊക്കെ എന്തുണ്ടാവും? ചാർജ് ഉണ്ടാവും. ഇതിൻ്റെ ഉള്ളിലൊക്കെ ചാർജ് ഉണ്ടായത് കാരണം ഇതിൻ്റെ ഉള്ളിലൊക്കെ എന്തുണ്ടാവും? ഫീൽഡ് ഉണ്ടാവും. ഇതിൻ്റെ ഉള്ളിലൊക്കെ ഫീൽഡ് ഉണ്ടാവും. ആ ഫീൽഡ് നിങ്ങൾക്ക് ആക്ച്വലി ഗോസ് ലോ വെച്ചിട്ട് സിമ്പിളായിട്ട് എഴുതാൻ പറ്റും. ഞാനത് ഇക്വേഷൻ മാത്രം എഴുതാം. ഇ ഇൻസൈഡിൻ്റെ ഇക്വേഷൻ ഇ ഇൻസൈഡ് ഈസ് ഈക്വൽ ടു 1 by 4 pi epsilon 0 ക്യാപിറ്റൽ ക്യൂ എന്ന് പറഞ്ഞാൽ ടോട്ടൽ ചാർജ് ബൈ ആർ ക്യൂബ്. ആർ എന്ന് പറഞ്ഞാൽ ക്യാപിറ്റൽ ആർ എന്ന് പറഞ്ഞാൽ റേഡിയസ് ഇൻറ്റു സ്മോൾ ആർ. സ്മോൾ ആർ എന്ന് പറഞ്ഞാൽ സെൻറ്ററിൽ നിന്നുള്ള ഡിസ്റ്റൻസ്. ശ്രദ്ധിക്കണം. 1 by 4 pi epsilon 0 ക്യാപിറ്റൽ ക്യൂ ബൈ ആർ ക്യൂബ്. ഇത്രയും ടേം ആക്ച്വലി എന്താണ്? കോൺസ്റ്റന്റ് ആണ്. ക്യാപിറ്റൽ ക്യൂ എന്ന് പറഞ്ഞാൽ ടോട്ടൽ ചാർജ്, ആർ എന്ന് പറഞ്ഞാൽ റേഡിയസ് മാറില്ല. ആകെ മാറുന്നത് എന്താണ്? സ്മോൾ ആർ ആണ്. സ്മോൾ ആർ ആണ് സെൻറ്ററിൽ നിന്നുള്ള ഡിസ്റ്റൻസ്. വിച്ച് മീൻസ് ദാറ്റ് ഈ ഇൻസൈഡ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ഡിസ്റ്റൻസ്. ഈ ഇൻസൈഡ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ഡിസ്റ്റൻസ്. ഇനി ഈ ഔട്ട്സൈഡിൻ്റെ ഇക്വേഷൻ, ഈ ഔട്ട്സൈഡിൻ്റെയും ഈ സർഫസിൻ്റെയും ഇക്വേഷൻ ഒക്കെ സെയിം ആയിട്ട് വരിക. ഈ ഔട്ട്സൈഡിൻ്റെ ഇക്വേഷൻ ഈ ഔട്ട്സൈഡ് ഈസ് ഈക്വൽ ടു 1 by 4 pi epsilon 0 നമ്മൾ സാധാ ഇക്വേഷൻ ക്യൂ ബൈ ആർ സ്ക്വയർ. 1 by 4 pi epsilon 0 ക്യൂ ബൈ ആർ സ്ക്വയർ വിച്ച് മീൻസ് ദാറ്റ് ഈ പ്രൊപ്പോർഷണൽ ടു 1 by ആർ സ്ക്വയർ. എന്ന് പറഞ്ഞാൽ ഇൻസൈഡിലാണെങ്കിൽ ഡിസ്റ്റൻസ് സെൻട്രൽ നിന്നുള്ള ഡിസ്റ്റൻസ് കൂടുന്നതിനനുസരിച്ച് ഫീൽഡിൻ്റെ സ്ട്രെങ്ത് കൂടുകയാണ് ചെയ്യുക. ഔട്ട്സൈഡ് ആണെങ്കിൽ ഫീൽഡിൻ്റെ സ്ട്രെങ്ത് കുറയാണ് ചെയ്യുക. അപ്പോൾ നിങ്ങൾ സെൻറ്ററിൽ നിന്ന് നടക്കാൻ തുടങ്ങി. സെൻട്രലിൽ നടന്ന് സർഫസ് എത്തുന്നവരെ ഫീൽഡിൻ്റെ സ്ട്രെങ്ത് എന്ത് ചെയ്യും? കൂടും. സർഫസ് എത്തിക്കഴിഞ്ഞ് നിങ്ങൾ പുറത്തേക്കാണ് നടക്കുന്നതെങ്കിൽ ഫീൽഡിൻ്റെ സ്ട്രെങ്ത് എന്ത് ചെയ്യും? കുറയും. അപ്പോൾ നിങ്ങൾ ഗ്രാഫ് വരച്ചാൽ എങ്ങനെ വരും? ഗ്രാഫ് വരച്ചാൽ സെൻറ്റർ എത്തുന്നവരെ ഈ പ്രൊപ്പോർഷൻ ടു ആറാണ്. കാരണം y പ്രൊപ്പോർഷണൽ എക്സിൻ്റെ ഫോമിലാണ്. ദെർഫോർ ഗ്രാഫ് സ്ട്രൈറ്റ് ലൈൻ ആയിരിക്കും. ഈ പ്രൊപ്പോർഷണൽ ടു ആറ് സർഫസ് എത്തി കഴിഞ്ഞു. ഈ പ്രൊപ്പോർഷൻ ടു 1 by ആർ സ്ക്വയർ. ഗ്രാഫ് ഇതാ ഇങ്ങനെ വരും. ഓക്കെ അല്ലേ? ഇതാണ് നോൺ കണ്ടക്ടിങ് സോളിഡ് സ്ഫിയറിൻ്റെ ഫീൽഡിൻ്റെ ഇക്വേഷൻ. ഡൗട്ടില്ലല്ലോ? ഇതേ ഒരു ഗ്രാഫ് നിങ്ങൾ ആക്ച്വലി വേരിയേഷൻ ഓഫ് ജി വിത്ത് ഡിസ്റ്റൻസും പഠിക്കുന്നുണ്ട്. സെയിം ഗ്രാഫാണ് വരിക. അപ്പോൾ നമ്മളെ ക്വസ്റ്റ്യൻ്റെ ആൻസർ എന്താണെന്ന് ചെക്ക് ചെയ്യാം.
ആദ്യത്തെ ഓപ്ഷൻ ഇത് ഹോളോ മെറ്റാലിക് സ്ഫിയർ ആണ് നമ്മുടെ ക്വസ്റ്റ്യൻ. ഇൻക്രീസസ് എസ് ആർ ഇൻക്രീസസ് ഫോർ ആർ ലെസ് ദാൻ ക്യാപിറ്റൽ ആർ. ആർ ലെസ് ദാൻ ക്യാപിറ്റൽ ആർ എന്ന് പറഞ്ഞാൽ ഉള്ളിലെ പോയിന്റ് ആണ്. ഡിസ്റ്റൻസ് റേഡിയസിനേക്കാളും കുറവാണെങ്കിൽ ഉള്ളിലെ പോയിന്റിലാണ്. ആൻഡ് ഫോർ ആർ ഗ്രേറ്റർ ദാൻ ആർ എന്ന് പറഞ്ഞാൽ രണ്ട് കേസിലും എന്ത് ചെയ്യും, ഇലക്ട്രിക് ഫീൽഡ് ഇൻക്രീസ് ചെയ്യുന്നതാണ് പറഞ്ഞത്. അത് തെറ്റാണ്. അടുത്തത് സീറോ എസ് ആർ ഇൻക്രീസസ് ഫോർ ആർ ലെസ് ദാൻ ആർ, ഡിക്രീസസ് എസ് ആർ ഇൻക്രീസസ് ഫോർ ആർ ഗ്രേറ്റർ ദാൻ ആർ എന്ന് പറഞ്ഞാൽ സീറോ ഫോർ ആർ ലെസ് ദാൻ ആർ. അപ്പോൾ ഉള്ളിൽ സീറോ ആണ്, പുറത്ത് എന്ത് ചെയ്യും, ഡിക്രീസ് ചെയ്യും. ആറ് കൂടുമ്പോൾ ഡിക്രീസ് ചെയ്യും. അതാണ് കറക്റ്റ് ആൻസർ. ഇനി മൂന്നാമത്തെ നോക്കിക്കേ, സീറോ എസ് ആർ ഇൻക്രീസസ് ഫോർ ആർ ലെസ് ദാൻ ആർ. അത് ശരിയാണ്. ഇൻക്രീസസ് എസ് ആർ ഇൻക്രീസസ് ഫോർ ആർ ലെസ് ദാൻ ആർ എന്ന് പറഞ്ഞാൽ ഇലക്ട്രിക് ഫീൽഡ് ഇൻക്രീസ് ചെയ്യും ആറ് കൂടുമ്പോൾ. അത് തെറ്റല്ലേ? പുറത്താകുമ്പോൾ ഇലക്ട്രിക് ഫീൽഡ് എന്താ ചെയ്യുക, ഡിക്രീസ് ചെയ്യാൻ ചെയ്യുക. അതുപോലെ കറക്റ്റ് ആൻസർ ഈസ് ഓപ്ഷൻ 2. ഡൗട്ടില്ലല്ലോ, വളരെ ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഇൻ വിച്ച് ഓഫ് ദി ഫോളോയിങ് ഡിവൈസസ് ദ എഡ്ഡി കറണ്ട് എഫക്റ്റ് ഈസ് നോട്ട് യൂസ്ഡ്. എഡ്ഡി കറണ്ട് എഫക്റ്റ് യൂസ് ചെയ്യാത്തത് ഏതാണെന്നാണ് ക്വസ്റ്റ്യൻ. ഇൻഡക്ഷൻ ഫർണസ്, മാഗ്നറ്റിക് ബ്രേക്കിംഗ് ഇൻ ട്രെയിൻ, ഇലക്ട്രോ മാഗ്നറ്റ്, ഇലക്ട്രിക് ഹീറ്റർ. എഡ്ഡി കറണ്ടിൻ്റെ അപ്ലിക്കേഷൻ എന്ന് പറഞ്ഞാൽ പഠിക്കുന്ന ഒരു ടോപ്പിക് ഉണ്ട്. നിങ്ങൾ NCERT ബുക്കിൽ 3-4 അപ്ലിക്കേഷൻ കൊടുത്തിട്ടുണ്ട്. ആ പറഞ്ഞ അപ്ലിക്കേഷനിൽ 3 ആദ്യത്തെ 3 ഓപ്ഷൻ. ഇൻഡക്ഷൻ ഫർണസിൽ എഡ്ഡി കറണ്ട് യൂസ് ചെയ്യുന്നുണ്ട്, മാഗ്നറ്റിക് ബ്രേക്കിംഗിൽ യൂസ് ചെയ്യുന്നുണ്ട്, ഇലക്ട്രോ മാഗ്നറ്റിക് യൂസ് ചെയ്യുന്നുണ്ട്. പക്ഷേ ഇലക്ട്രിക് ഹീറ്ററിൽ എന്തല്ല യൂസ് ചെയ്യുന്നത്, എഡ്ഡി കറണ്ട് അല്ല. ഇലക്ട്രിക് ഹീറ്റർ എന്ന് പറഞ്ഞാൽ നമ്മൾ ജൂൾസ് ലോ ഓഫ് ഹീറ്റിംഗ് അതിൻ്റെ അപ്ലിക്കേഷനാണ്. നല്ല റെസിസ്റ്റൻസ് കൂടുന്ന ഒരു സാധനം, നല്ല റെസിസ്റ്റൻസ് ഉള്ള ഒരാളാണ് ആക്ച്വലി എന്ത് നമ്മൾ ഇലക്ട്രിക് ഹീറ്റർ. അപ്പോൾ I2RT എന്നുള്ള ഹീറ്റ് എന്ത് ചെയ്യും, പ്രൊഡ്യൂസ് ചെയ്യും. ആണ് ഇലക്ട്രിക് ഹീറ്ററിൻ്റെ പ്രത്യേകത. നമ്മൾ ജൂൾസ് ലോ ഓഫ് ഹീറ്റിങ്ങിൻ്റെ അപ്ലിക്കേഷനാണ് ഇലക്ട്രിക് ഹീറ്റർ. അപ്പോൾ ആൻസർ 4ാമത്തെ ഏതാണ് എഡ്ഡി കറണ്ട് അപ്ലിക്കേഷൻ അല്ലാത്തത് എന്നാണ് ക്വസ്റ്റ്യൻ. ദെർഫോർ ആൻസർ ഈസ് 4. ഇനി അടുത്ത ക്വസ്റ്റ്യൻ. 6 സിമിലർ ബൾബ്സ് ആർ കണക്റ്റഡ് ആസ് ഷോൺ ഇൻ ഫിഗർ വിത്ത് എ DC സോഴ്സ് ഓഫ് EMF E and 0 internal resistance. The ratio of power consumption by the bulb when all bulbs are glowing and in the situation when 2 from section A and 1 from section B are glowing will be. അപ്പോൾ ആദ്യം ക്വസ്റ്റ്യൻ മനസ്സിലാക്കുക. ക്വസ്റ്റ്യൻ ശരിക്കും മനസ്സിലാക്കുക. ഇങ്ങനെയാണ് അവർ തന്ന ഫിഗർ. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും. ഫിഗർ ഇതാ അവരിങ്ങനെയാണ് തന്നത്. ഇത് A എന്ന് പറയും, ഇത് സെക്ഷൻ A, സെക്ഷൻ B, 2 കോളമായിട്ടാണുള്ളത്. ഞാൻ എന്ത് ചെയ്തു, ഒരു ബാറ്ററിയിലേക്ക് കണക്ട് ചെയ്തു. ഇതാണ് അവർ തന്ന ഫിഗർ. ബാറ്ററിക്ക് ഇൻറ്റേർണൽ റെസിസ്റ്റൻസ് ഒന്നും ഇല്ല എന്ന് പറയുന്നുണ്ട്. എല്ലാം ഐഡൻറ്റിക്കൽ ബൾബ് ആയത് കാരണം എല്ലാ ബൾബിൻ്റെയും റെസിസ്റ്റൻസ് ഞാൻ R എന്ന് മാർക്ക് ചെയ്തു. എല്ലാ ബൾബിൻ്റെയും റെസിസ്റ്റൻസ് എന്താണ്, ഞാൻ R എന്ന് മാർക്ക് ചെയ്തു. എല്ലാം ഐഡൻറ്റിക്കൽ ബൾബ് എന്ന് പറയുന്നുണ്ടല്ലോ. ഈ EMF അവർ പറയുന്നുണ്ട് E ആണ്. EMF അവർ പറയുന്നുണ്ട് E. ക്വസ്റ്റ്യൻ ഇതാണ്. ആദ്യം എല്ലാ ബൾബും ഗ്ലോ ചെയ്തു. അപ്പോൾ ഉള്ള പവർ നിങ്ങൾ P1 എന്ന് മാർക്ക് ചെയ്തു. പിന്നെ സെക്ഷൻ എയിൽ നിന്ന് 2 ബൾബും സെക്ഷൻ ബിയിൽ നിന്ന് 1 ബൾബും, സെക്ഷൻ എയിൽ നിന്ന് 2 ബൾബും സെക്ഷൻ ബിയിൽ നിന്ന് 1 ബൾബും ഗ്ലോ ചെയ്തു. ബാക്കി ബൾബൊക്കെ ക്യാൻസൽ ചെയ്തു. അങ്ങനെയാണെങ്കിലുള്ള പവർ P2. P1/P2 എത്രയാണ് ക്വസ്റ്റ്യൻ. ഇനി ശ്രദ്ധിക്കുക, എല്ലാ ബൾബും ഗ്ലോ ചെയ്യുന്ന കേസാണെങ്കിൽ ഇതെല്ലാം എന്ത് ചെയ്യുന്നുണ്ട്, വർക്ക് ചെയ്യുന്നുണ്ട്. ഇവിടെയൊക്കെ നോക്കിക്കേ, എല്ലാ ബൾബും പരസ്പരം എന്താണ്, കണക്റ്റഡ് ആണ്. ഇതും 1, 3 കണക്റ്റഡ് ആണ്, 3, 5 കണക്റ്റഡ് ആണ്, 2, 4, 4, 6 കണക്റ്റഡ് ആണ്. അപ്പോൾ ഈ 1, 2, 1, 3 കൺസിഡർ ചെയ്യുമ്പോൾ ഈ 1, 3 എന്ത് കണക്ഷനാണ്, പാരലൽ കണക്ഷനാണ്. അതുപോലെ 3, 5 കണക്ട് ചെയ്യുമ്പോൾ അത് എന്ത് കണക്ഷനാണ്, പാരലൽ കണക്ഷനാണ്. വിച്ച് മീൻസ് ദാറ്റ് ഈ സെക്ഷൻ എയിലുള്ള 3 ബൾബസ് പരസ്പരം എന്ത് കണക്ഷനിലാണ്, പാരലൽ കണക്ഷനാണ്. അങ്ങനെയാണെങ്കിൽ അവരുടെ എഫക്റ്റീവ് എന്താ വരിക, R/3. സിമിലർലി 2, 4, 6 സെക്ഷൻ ബിയിലുള്ള 3 ബൾബ് എന്ത് കണക്ഷനാണ്, പാരലൽ കണക്ഷനാണ്. അപ്പോൾ അവരുടെ എഫക്റ്റീവ് എന്താ വരിക, വീണ്ടും R/3. അപ്പോൾ എയിലൊരു R/3, ബിയിലൊരു R/3, രണ്ടും കൂടി എന്ത് കണക്ഷൻ, സീരീസ് കണക്ഷൻ. അപ്പോൾ ടോട്ടൽ എഫക്റ്റീവ് എന്ത് വരും, 2R/3 എന്ത് വരും. ടോട്ടൽ എഫക്റ്റീവ് എത്രയാണ്, 2R/3. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, P1ൻ്റെ ഇക്വേഷൻ ചെയ്താൽ P1 ഈസ് ഈക്വൽ ടു E²/R എഫക്റ്റീവ്. P1 ഈസ് ഈക്വൽ ടു E²/R എഫക്റ്റീവ്. E²/R എഫക്റ്റീവ് എന്ന് പറഞ്ഞാൽ എല്ലാം കൂടി കണക്ട് വർക്ക് ചെയ്യുന്ന കേസ്. അപ്പോൾ R എഫക്റ്റീവ് എത്ര വരിക, 2R/3 അല്ലേ, 2R/3. ആൻസർ എത്ര വരും, 3E²/2R. ആൻസർ എത്രയാണ്, 3E²/2R. ഇനി P2 എന്ന് പറഞ്ഞാൽ എയിൽ നിന്ന് 2 ബിയിൽ നിന്ന് 1. അത് ഏതെങ്കിലും 2, അത് കുഴപ്പമില്ല. എയിൽ നിന്ന് 2, ബിയിൽ നിന്ന് 1. എയിൽ നിന്ന് 2 എന്ന് പറയുമ്പോൾ ഇവിടുത്തെ എഫക്റ്റീവ് പിന്നെ എത്ര വരിക, R/2 ആണ് വരിക. R/3 ഉണ്ടാവില്ല, എഫക്റ്റീവ് എത്ര, R/2. ബിയിൽ നിന്ന് 1 വരുമ്പോൾ 6. അപ്പോൾ ഇവിടെ ഒരു R/2, ഇവിടെ ഒരു 6 അല്ലേ. R/2 പ്ലസ് R എത്രയാ, 3R/2. Therefore P2 is equal to E²/R effective is equal to E²/3R/2. E²/3R/2. That is equal to എത്ര വരിക, 2E²/3R. 2E²/3R. ഇനി നമ്മളോട് P1/P2 ആണ് ചോദിച്ചത്.
P1 by P2 is equal to 3e square by 2r divided by 2e square by 3r അല്ലേ. e square r ഒക്കെ പോയി ഈ 3 മോൾ പോകുമ്പോൾ എന്താവും 3 into 3 9. ആൻസർ എത്ര വരും 9/4. therefore the ratio is 9:4. ഡൗട്ടില്ല, വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഇനീഷ്യൽ പവർ എന്ന് പറയുമ്പോൾ 3e square by 2r ആണ്, ഫൈനൽ പവർ 2e square by 3r ആണ്. എന്നിട്ട് എന്ത് ചെയ്യാം, രണ്ടിൻ്റെയും കൂടി റേഷ്യോ കാണാം. ഓക്കെ അല്ലേ. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. അറ്റ് എ പോയിന്റ് എ ഓൺ ദി എർത്ത് സർഫസ് ദ ആംഗിൾ ഓഫ് ഡിപ്പ് ഡെൽറ്റ is equal to +25 degree. At a point B on the earth surface the angle of dip delta is equal to -25 degree. We can interpret that A and B are both located in northern hemisphere. A located in southern, B located in northern. അങ്ങനെ ഓപ്ഷൻ പോകുന്നുണ്ട്. ശ്രദ്ധിക്കുക, എന്താ ഡിപ്പ് എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ നമ്മളൊരു ബാർ മാഗ്നറ്റ് ഇങ്ങനെ തൂക്കിയിട്ടാൽ അത് നോർത്ത് സൗത്ത് ഡയറക്ഷനാണ് അലൈൻ ചെയ്യാൻ നമുക്കറിയാം. പക്ഷേ എക്സാക്റ്റ് ആയിട്ട് നോർത്ത് സൗത്ത് ഡയറക്ഷനല്ല, കുറച്ച് ചേഞ്ച് ചെയ്യും. അതുപോലെ അത് എക്സാക്റ്റ് ആയിട്ട് ഇങ്ങനെ ഒറിസോണ്ടൽ പ്ലെയിനിലല്ല അലൈൻ ചെയ്യുക, അതിങ്ങനെ കുറച്ച് ചെരിഞ്ഞാണ് അലൈൻ ചെയ്യുക. അതാ ഇങ്ങനെയാണ് അലൈൻ ചെയ്യുക അല്ലേ. ഈ ഒറിസോണ്ടലുമായി ഉണ്ടാക്കുന്ന ആംഗിളിനെയാണ് നമ്മൾ എന്ത് പറയുക, ആംഗിൾ ഓഫ് ഡിപ്പ് അല്ലെങ്കിൽ ഇൻക്ലിനേഷൻ എന്ന് പറയുക. ആംഗിൾ ഓഫ് ഡിപ്പ് അല്ലെങ്കിൽ ഇൻക്ലിനേഷൻ. ഓക്കെ അല്ലേ. ഇനി കറക്റ്റ് ഇക്വേറ്ററിലാണ് നിങ്ങൾ ഇത് വെക്കുന്നതെങ്കിൽ ഇത് കറക്റ്റ് ഒറിസോണ്ടലായിട്ട് നിൽക്കും, വിച്ച് മീൻസ് ദാറ്റ് ആംഗിൾ ഓഫ് ഡിപ്പ് വിൽ ബി 0. ആംഗിൾ ഓഫ് ഡിപ്പ് വിൽ ബി 0. ഇനി നിങ്ങൾ നോർത്തേൺ ഹെമിസ്ഫിയറിലേക്കും സൗതേൺ ഹെമിസ്ഫിയറിലേക്കും പോകുന്നതിനനുസരിച്ച് ആംഗിൾ ഓഫ് ഡിപ്പ് എന്ത് ചെയ്യാൻ തുടങ്ങും, കൂടാൻ തുടങ്ങും. അങ്ങനെ നിങ്ങൾ പോൾസിലാണ് പോയി നിൽക്കുന്നതെങ്കിൽ മാഗ്നറ്റ് ഇതാ ഇങ്ങനെയാണ് നിൽക്കുക, വിച്ച് മീൻസ് ദാറ്റ് ആംഗിൾ ഓഫ് ഡിപ്പ് വിൽ ബി മാക്സിമം ആൻഡ് വിൽ ബി ഈക്വൽ ടു 90 degree. ഇനി 0, അപ്പോൾ ഇക്വേറ്ററിലാണെങ്കിൽ 0 ആണ്. നമ്മൾ മുകളിലേക്ക് പോകുമ്പോൾ താഴേക്ക് പോകുമ്പോൾ ആംഗിൾ കൂടാൻ തുടങ്ങും. പക്ഷേ നമ്മൾ ബൈ കൺവെൻഷൻ മുകളിലേക്ക് പോകുമ്പോൾ ആംഗിൾ ഓഫ് ഡിപ്പിനെ പോസിറ്റീവ് ആക്കിയിട്ടും താഴേക്ക് പോകുമ്പോൾ ആംഗിൾ ഓഫ് ഡിപ്പിനെ നെഗറ്റീവ് ആയിട്ടാണ് എടുക്കാറ്. +25 degree എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാം ദ പോയിന്റ് ഈസ് ഇൻ നോർത്തേൺ ഹെമിസ്ഫിയർ. -25 എന്ന് പറഞ്ഞാൽ ദ പോയിന്റ് ഈസ് ഇൻ സദേൺ ഹെമിസ്ഫിയർ. അപ്പോൾ എ എന്ന് പറഞ്ഞ പോയിന്റ് നോർത്തേൺ ഹെമിസ്ഫിയറിലാണ്, ബി എന്ന് പറഞ്ഞ പോയിന്റ് സദേൺ ഹെമിസ്ഫിയറിലാണ്. അങ്ങനെ സാറ്റിസ്ഫൈ ചെയ്യുന്ന ഓപ്ഷൻ ഏതാണെന്ന് നോക്കിയാൽ മതി, അതാണ് കറക്റ്റ് ആൻസർ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ. എ ഫോഴ്സ് F is equal to +10y acts on a particle in y direction where F is in Newton and y is in meter. Work done by this force to move the particle from y is equal to 0 to y is equal to 1 meter. ശ്രദ്ധിക്കണം, ഇവിടെ ഫോഴ്സിൻ്റെ പ്രത്യേകത F is equal to 20 + 10y ആണ്. F is equal to 20 + 10y. വേറെ y എന്ന് പറഞ്ഞാൽ ആ ബോഡിയുടെ പൊസിഷനാണ്. y എന്ന് പറഞ്ഞാൽ ബോഡിയുടെ പൊസിഷൻ, വിച്ച് മീൻസ് ദാറ്റ് ഫോഴ്സ് ആരെ ആക്ട് ചെയ്യുന്നുണ്ട്, പൊസിഷൻ ആക്ട് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ നിങ്ങൾ ഇനീഷ്യലി ബോഡി ഉള്ളത് y = 1 meter എന്ന് പറഞ്ഞ പൊസിഷനിലാണ്. അപ്പോൾ നിങ്ങൾക്ക് F എന്താ കിട്ടുക, 20 + 10 30 എന്ന് കിട്ടും. പിന്നെ ബോഡി 2 മീറ്ററിലേക്ക് പോയാൽ 20 + 10 × 20 20 + 20 40 എന്നാണ് കിട്ടുക. വിച്ച് മീൻസ് ദാറ്റ് y മാറുന്നതിനനുസരിച്ച് ആര് മാറും, F മാറും. y മാറുന്നതിനനുസരിച്ചിട്ട് F മാറും. y മാറുന്നതിനനുസരിച്ച് F മാറെങ്കിൽ നമുക്കൊരു കാര്യം ഉറപ്പിക്കാം, ദിസ് ഫോഴ്സ് ഈസ് നോട്ട് കോൺസ്റ്റന്റ് ഫോഴ്സ്. ഈ ഫോഴ്സ് എന്തല്ല, കോൺസ്റ്റന്റ് ഫോഴ്സ് അല്ല എന്ന് നമുക്ക് ഉറപ്പിക്കാം. കോൺസ്റ്റന്റ് ഫോഴ്സ് അല്ലെങ്കിൽ നമുക്കറിയാം വർക്കിൻ്റെ ഇക്വേഷൻ കാണാൻ നമ്മൾ എന്ത് ചെയ്യണം, ഇൻ്റഗ്രേറ്റ് ചെയ്യണം. ഇൻ്റഗ്രൽ F dy. നമുക്ക് എവിടെ നിന്ന് എങ്ങോട്ടാണ് പോകാനുള്ളത്, 0 to 1 meter. അപ്പോൾ ലോവർ ലിമിറ്റ് 0 കൊടുക്കുക, അപ്പർ ലിമിറ്റ് 1 കൊടുക്കുക. അപ്പോൾ ഇൻ്റഗ്രൽ 0 to 1 F dy ദാറ്റ് ഈസ് ഈക്വൽ ടു 20 + 10y dy ഫ്രം 0 to 1. 20 + 10y dy ഫ്രം 0 to 1. ഇനി വളരെ സിമ്പിളാണ്. 20 dy എന്ന് പറയുമ്പോൾ എത്ര വരും, 20y + 10y²/2. ഇൻ്റഗ്രേറ്റ് ചെയ്യാനൊക്കെ നിങ്ങൾക്ക് അറിയുമെന്ന് വിചാരിക്കുന്നു. y dy എന്ന് പറയുമ്പോൾ y²/2, 10y²/2 ഫ്രം 0 to 1. 10/2 എന്ന് പറയുമ്പോൾ 5y². ദാറ്റ് ഈസ് ഈക്വൽ ടു 1. ആദ്യം അപ്പർ ലിമിറ്റ് കൊടുത്താൽ 20 + 5 മൈനസ് ലോവർ ലിമിറ്റ് കൊടുക്കുമ്പോൾ 0. ആൻസർ എത്ര വരും, 25 ന്യൂട്ടൺ എന്ന് വരും. ആൻസർ എത്ര, 25 ന്യൂട്ടൺ. ഒരു സ്റ്റെപ്പിലോ 2 സ്റ്റെപ്പിലോ കിട്ടുന്ന ക്വസ്റ്റ്യൻ ആണ് ആൻസർ 25 ന്യൂട്ടൺ. ഓക്കെ അല്ലേ, വളരെ ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്, ഡൗട്ടില്ലല്ലോ. അപ്പോൾ നമുക്ക് ഈ വീഡിയോ ഇവിടെ നിർത്താം. ഇനി ഒരു പാട്ടും കൂടി ആയാൽ നമുക്ക് നമ്മളെന്ത് ചെയ്യാം, നീറ്റിൻ്റെ 2019 പേപ്പർ ഡിസ്കഷൻ കംപ്ലീറ്റ് ചെയ്യാം. അപ്പോൾ ഇതുവരെ ഡിസ്കസ് ചെയ്ത ക്വസ്റ്റ്യനിൽ ആക്ച്വലി ഒരു ക്വസ്റ്റ്യൻ പോലും നിങ്ങൾ ബുദ്ധിമുട്ടിക്കുന്ന ടൈപ്പ് ക്വസ്റ്റ്യൻ ഇല്ല. എല്ലാം നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഒറ്റ വായനയിൽ തന്നെ ആൻസർ കിട്ടുന്ന ക്വസ്റ്റ്യനാണ്. നിങ്ങൾക്ക് തിയറി കോൺസെപ്റ്റൊക്കെ കറക്റ്റായിട്ട് അറിയാമെങ്കിൽ. ഓക്കെ അല്ലേ. അപ്പോൾ നീറ്റ് എന്ന് പറഞ്ഞാൽ അത്ര ബുദ്ധിമുട്ടുള്ള ഒരു എക്സാമൊന്നുമല്ല, വളരെ ഈസി ആയിട്ടുള്ള എക്സാമാണ്. നിങ്ങളുടെ കാൽക്കുലേഷൻ സ്പീഡൊന്ന് കൂട്ടിയാൽ നിങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ ക്രാക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു എക്സാമാണ് നീറ്റ്. ഡൗട്ടില്ലല്ലോ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം.